ഹായ് ചിൽഡ്രൻ, ഇന്ന് CBSE 10th സ്റ്റാൻഡേർഡിലെ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്നുള്ള ചാപ്റ്ററിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാല്യൂ ഓഫ് തീറ്റ ഫോർ വിച്ച് 2 സൈൻ 2 തീറ്റ ഈക്വൽ ടു 1 ഈസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇതെങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, 2 സൈൻ തീറ്റ വിച്ച് മീൻസ് വാട്ട്, 2 ഇൻറ്റു സൈൻ 2 തീറ്റ ഈക്വൽ ടു 1. ഇതാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് അല്ല. അതിനകത്ത് നമ്മളോട് എന്താ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ള തീറ്റയുടെ വാല്യൂ ആണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത്, റൈറ്റ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ചെയ്യാം. അതെ, ഫസ്റ്റ് തന്നെ എന്താ, സൈൻ 2 തീറ്റ. സോ ആദ്യം നമ്മൾ സൈൻ 2 തീറ്റ എടുത്തെഴുതി ഈക്വൽ ടു 1. കണ്ടോ, ഈ സൈൻ 2 തീറ്റ മാത്രം എടുത്തെഴുതി ഈക്വൽ ടു 1. ഇനി ഇവിടെ 2 ഇൻറ്റു ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് എന്താ ഇവിടെ വരിക, ഈ 2നെ ഇപ്പറേക്ക് വരുമ്പോൾ അത് എന്തായിട്ട് മാറി, ഡിവിഷനായിട്ട് മാറി. അപ്പോൾ നമുക്ക് എന്താ ഒരു ആൻസർ കിട്ടിയിരിക്കുന്നത്, സൈൻ 2 തീറ്റ ഈക്വൽ ടു 1/2. അപ്പോൾ നമുക്ക് എന്തെടുക്കാം, ഈ സൈൻ 2 തീറ്റേനെ എടുത്തിവിടെ എഴുതുക. ഇനി ഈ സൈനിൽ 1/2 വരുന്നത് ഏതിലാണെന്നുള്ളത് ഞങ്ങൾക്കൊരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 0, 30, 45, 60, 90യുടെ ഒക്കെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. സോ ആ ടേബിളിൽ നിന്ന് നല്ലപോലെ അതിൻ്റെ വാല്യൂ പഠിക്കുക. അതായത് ഈ സൈനിൽ എപ്പോഴാണ് ഏത് ആംഗിളിലാണ് 1/2 വരുന്നതെന്നുള്ളത് നോക്കുക. ഈ സൈനിൽ 30ലാണ് 1/2 വരിക. ഓക്കെ, അപ്പോൾ ഈ 1/2ന് പകരം എന്ത് കൊടുക്കുക, നമുക്ക് അവിടെ സൈൻ 30 കേട്ടോ. സൈനിൽ 30 എന്നുള്ള ആംഗിളിലാണ് 1/2 വരുന്നത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ സൈനും നമുക്ക് എന്തായി മാറി, കട്ടായിട്ട് പോയി. ഓക്കെ, ബാക്കി നമുക്ക് എന്താ ഉള്ളത്, 2 തീറ്റ ഈക്വൽ ടു 30 ആണ് നമുക്കിവിടെ ഉള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ തീറ്റ മാത്രം എടുക്കുക. തീറ്റ ഈക്വൽ ടു ഈ 30, 2 ഇൻറ്റു തീറ്റ എന്നാണ് ഇതിൻ്റെ മീനിങ്. അത് ട്രാൻസ്പോസ് ചെയ്ത് തരുമ്പോൾ ഇവിടെ എന്തായി, ഡിവൈഡായി. ദെൻ 2 ഇതിൽ എത്ര ടൈംസാണ് പോവുക, 15 ടൈംസ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, തീറ്റയുടെ വാല്യൂ ആണ് കണ്ടെത്താൻ പറഞ്ഞത്. നമ്മൾക്കത് കണ്ടെത്തി. കണ്ടോ ഇവിടെ, കറക്റ്റ് അല്ലേ അപ്പോൾ ആൻസർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5/8 6 സ്ക്വയർ 60 മൈനസ് ടാൻ സ്ക്വയർ 60 പ്ലസ് കോസ് സ്ക്വയർ 45. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈസ് ഈക്വൽ ടു, ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പം വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. അതായത് നമ്മുടെ ടേബിൾ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ടേബിൾ ഒന്ന് എടുത്ത് നോക്കുക. ആ ടേബിൾ എടുത്ത് നോക്കുകയല്ല, നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്, അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഇതിലുള്ള മിക്ക പ്രോബ്ലംസ് ചെയ്യാനും അതിലുള്ള നമ്മളെ എല്ലാത്തിൻ്റെ ആംഗിൾസ് പഠിക്കണം. സൈൻ കോസ് ടാനിലുള്ള ആംഗിൾസ് എല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ടോ. ഇവിടെ എന്താ വന്നിരിക്കുന്നത്, 6 സ്ക്വയർ 60 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 660 എന്ന് പറഞ്ഞാൽ എത്രയാണ്, അതിൻ്റെ വാല്യൂ 2 ആണ് അല്ലേ. ടേബിളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ പിന്നെ എന്താ കൊടുത്തിരിക്കുന്നത്, ടാൻ 60 ആണ്. ടാൻ 60 എന്ന് പറഞ്ഞാൽ എന്താണ്, അത് √3 ആണ്. ഇനി കോസ് 45 എന്ന് പറയുന്നത് 1/√2 ആണ് വാല്യൂസ് കേട്ടോ. ആംഗിൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്താണ്, 0, 30, 60, 45, 90 എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിൻ്റെയും വാല്യൂസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. സോ 660 എന്ന് പറഞ്ഞാൽ 2, ടാൻ 60 എന്ന് പറഞ്ഞാൽ √3, കോസ് 45 എന്ന് പറഞ്ഞാൽ എന്താണ്, 1/√2. സോ ഈ വാല്യൂസ് നമുക്ക് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ആൻസർ ഇവിടെ റെഡിയായി കിട്ടും. ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്താ നമ്മൾ കൊടുക്കേണ്ടത്, ഇവിടെ 5/8 ആണ്. ഇനി ഇൻറ്റു, ഇതിൻ്റെ മീനിങ് എന്താ, ഇൻറ്റു എന്നല്ലേ. സോ 6/60 എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ്, 2 ആണ്. സോ നമുക്ക് ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദെൻ ആരാ, മൈനസ്. ഇനി ടാനിൻ്റെ വാല്യൂ എന്താണ്, √3 ആണ്. സോ √3 എന്ന് പറഞ്ഞാൽ ടാൻ 60യുടെ വാല്യൂ √3 ആണ്. സോ ഇവിടെ ടാൻ സ്ക്വയർ ഉള്ളതാണ്, ഇവിടെയും സ്ക്വയർ ഇട്ട് കൊടുക്കുക. ഇനി ആരെയും കൊടുക്കണ്ടേ, പ്ലസ്. കോസ് 45 എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ 45 വിച്ച് മീൻസ് കോസ് 45 എന്ന് പറഞ്ഞാൽ എന്താണ്, 1/√2 ആണ്. സോ ഇതിനെയും എന്ത് കൊടുക്കുക, ഹോൾ സ്ക്വയർ കൊടുക്കുക. ക്ലിയർ ആയില്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്തായാലും 5/8 ഇൻറ്റു 2 2s എത്രയാണ് ഇവിടെ, 4. ദെൻ ഈ മൈനസ് ഇട്ട് കൊടുക്കുക അല്ലേ. √3 ഇൻറ്റു √3 മീൻസ് വാട്ട്, 3 തന്നെയാണ് ആൻസർ വരിക. ദെൻ ബൈ ഇവിടെ എന്താണ്, 1 ഇൻറ്റു 1 1 ആണ്. √2 ഇൻറ്റു √2 വെറും 2 കിട്ടും അല്ലേ. സോ 1/2. ക്ലിയർ ആയല്ലോ. അപ്പം നമ്മൾ
അത് ഇനി ഇനി ഈ സ്റ്റെപ്പിലൊന്ന് നോക്കിയാൽ ഈ 4 ഇതിൽ കറക്റ്റായിട്ട് പോകും. എത്ര ടൈംസ് പോയി? 2 ടൈംസ്. അപ്പോൾ നമ്മളുടെ ഇതെന്തായിട്ട് മാറി? ഇവിടെ 5/2 ആയിട്ട് മാറി അല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ എഴുതാം? ഇവിടെ നമുക്ക് 5/2 എന്ന് എഴുതാം. ദെൻ -3 ഇവിടെ +1/2. ഇത് നോക്കി, ഇവിടെ ഡിനോമിനേറ്റർ രണ്ടും ഈക്വൽ അല്ല. അതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെയും ഈ ഡിനോമിനേറ്റർ ഇവിടെ 1 ഉണ്ടെന്നാണ് അർത്ഥം. സോ LCM 2 ആക്കാൻ വേണ്ടി × 2 മുകളിലും താഴെയും ചെയ്യാം. അതല്ല, അതിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും? ആദ്യം ഈ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ടുള്ളതിനെ എടുത്തെഴുതുക അല്ലേ? ഏതൊക്കെയാണ് ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ട് വരിക? നോക്കിയേ, 5/2. അപ്പോൾ അതിന് രണ്ടിനെയും കൂടെ ഒരുമിച്ച് എടുത്തെഴുതാം. 5/2 +1/2 കൂടെ ഒരുമിച്ച് എഴുതാം. കറക്റ്റ് അല്ലേ? ഇനി എന്ത് എടുക്കാം? ഈ -3 ഇവിടെ ഇടാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്യുക. ഡിനോമിനേറ്റേഴ്സ് ഇപ്പോൾ ഈക്വലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയും വേണമെങ്കിൽ അതുപോലെ തന്നെ 1 × 2 കൊടുത്തിട്ട് മുകളിലും 2 മൾട്ടിപ്ലൈ ചെയ്താലും ഒക്കെ സെയിം ആൻസർ തന്നെ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്തായത് രണ്ടും കൂടെ ആഡ് ചെയ്യുക അല്ലേ? 5 + 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6/2. ഇനിയോ ഈ -3. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 6 നോക്കിയേ, ഇതിൽ പോവും. എത്ര ടൈംസാണ് പോവുക? 3 ടൈംസ് പോവും. സോ 3 - 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, എളുപ്പമല്ലേ ഇത് ചെയ്യാൻ? ഇനി ഇതിവിടെ ഇപ്പോൾ വേറൊരു കാര്യം, ഇവിടെ തന്നെ വേറൊരു കാര്യവും കൂടി ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5/2 -3 +1/2 എന്നാണ് അല്ലേ? LCM 2 ആണല്ലോ. സോ ഇതിൻ്റെ ഇടയിൽ 1 ഉണ്ടെന്നാണ് അർത്ഥം. സോ × 2 ഇട്ട് കൊടുക്കാം. കണ്ടോ? ഇത് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 5/2 മൈനസ് എന്താണ്? 6/2 +1/2. കണ്ടോ? അപ്പോൾ ഡിനോമിനേറ്റർ എല്ലാം ഈക്വലൈസ് ആയി. നോക്കി, ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുക? 5 + 1 6 ആണല്ലോ. ഇവിടെ എന്താ? -6. സോ 6 - 6 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 0 തന്നെയല്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് ഇതൊന്നും എടുത്ത് ഇങ്ങനെ അങ്ങ് ചെയ്ത് വെച്ചാൽ പോരെ, വേറെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇഫ് 3 cot θ = 2, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2 sin θ - 3 cos θ by 2 sin θ + 3 cos θ. കണ്ടോ? ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. ഇതാണ് ഒരു ഡിഫറൻസ്. അതിൽ നമുക്ക് 3 cot θ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? 2. സോ നമുക്ക് ഇതാദ്യം എടുത്ത് എഴുതാം. ഓക്കെ, 3 cot θ = 2 ആണ്. അങ്ങനെയാണെങ്കിൽ cot θ = എന്ത് വരും? 2 ഇവിടെ വരും. ഇതിന് /3 ആവും അല്ലേ? 3 cot θ മീൻസ് എന്താണ്? 3 × cot θ എന്നാണ്. സോ cot θ മാത്രം ഇവിടെ എടുക്കുമ്പോൾ ഈ 2നെ ആദ്യം എഴുതുക. 3 എന്തായിട്ട് മാറും? ഇവിടെ ഡിവിഷനായിട്ട് മാറും. ഓക്കെ, സോ 2/3. സോ നമുക്ക് cos θയ്ക്ക് ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്താണ്? 2/3 എന്നൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എങ്ങനെയായിട്ട് എഴുതാമെന്ന് നോക്കിക്കേ. ഈ പറഞ്ഞ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? sin θ ആണ്. ഇനി ഇതിനെ എല്ലാത്തിനും നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും? sin θ എടുത്തൂടെ? ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഇതിനെയും എല്ലാത്തിനെയും sin θ കൊണ്ടിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിനോമിനേറ്ററെയും ന്യൂമറേറ്ററെയും sin θ കൊണ്ടിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് ചെയ്യാം. ഇതെടുത്ത് എഴുതാം. 2 sin θ by sin θ minus 3 cos θ divided by sin θ. then അടുത്തത് 2 sin θ divided by sin θ പ്ലസ് ഇവിടെ എന്താ കിടക്കുന്നത്? 3 cos θ divided by sin θ. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ കട്ട് ചെയ്ത് പോകാൻ പറ്റിയൊക്കെ കട്ട് ചെയ്യാം. ഇവിടെ ഒരു sin θ ഉണ്ട്, ഇവിടെ ഒരു sin θ ഉണ്ട്. സോ അത് കട്ടായിപ്പോയി. അതുപോലെ തന്നെ ഇവിടെ sin θ ഉണ്ട്, ഇവിടെ ഒരു sin θ ഉണ്ട്. അപ്പോൾ അതും കട്ടായിപ്പോയി. ബാക്കി നമുക്കിവിടെ എന്താ കിട്ടിയെന്ന് നോക്കിയാൽ 2 minus 3. സോ ഇവിടെ എന്താണ്? 3. ഇവിടെ ഉള്ളത് ബാക്കി 3 cos θ by sin θ. അതുപോലെ തന്നെ ഇവിടെ എന്താ വരുന്നതെന്ന് നോക്കിയാൽ 2 + 3 cos θ by sin θ. ഇനി നിങ്ങളൊന്ന് നോക്കിയേ, ഈ cos θ by sin θ എന്ന് പറയുന്ന ആൾ ആരാണ്? കോട്ടല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഇതിനെ നമുക്ക് ട്രാൻസ്പോസ് ചെയ്ത് അത് എഴുതിക്കൂടെ? സോ നമുക്ക് എന്താ എഴുതാം? ഇവിടെ 2 മൈനസ് ഈ 3 പിന്നെ cos θ by sin θ എന്ന് പറഞ്ഞാൽ ആരാണ്? cot θ ബൈ അതുപോലെ തന്നെ ഇവിടെ അല്ലേ? ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്ത് എഴുതാം. 2 +
3 cos theta by sin theta എന്ന് പറഞ്ഞാൽ എന്താണ്? cot theta. ഇനി നമ്മളിവിടെ നോക്കിയാൽ ഇത് 3 cot theta 2 കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇല്ലേ? സോ ആ വാല്യൂ നമുക്ക് ഇതിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ പോരെ? അതിന് പകരം എന്ത് ചെയ്യുക? 2 എടുക്കുക. 3 cot theta എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? 3 cot theta എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കണ്ടെത്തി വെച്ചിട്ടുള്ളത്? 2 ആണ്. അപ്പോൾ ആ 2 ഇപ്പുറത്തേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, മൈനസ് 3 cot theta അവിടെ 2 കൊടുക്കുക ബൈ ഈ 2 കൊടുത്തു. പിന്നെ കണ്ടോ, അടുത്തത് ഈ 2 ഇട്ട്. ഇവിടെയും 3 cot theta തന്നെയാണല്ലോ, പക്ഷേ ഇവിടെ എന്താ ഉള്ളത്? പ്ലസ് 2 ആണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. 2 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 0 കിട്ടും. മനസ്സിലായോ ഈ പ്രോബ്ലം? വലിയ പാടില്ലല്ലോ. അതൊന്ന് ഇവിടെ മാത്രം നിങ്ങളിതിനെ സൈൻ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. ദെൻ അതിന് ശേഷം നമുക്കിവിടെ കിട്ടിയത് 3 cot theta കിട്ടി. അതെങ്ങനെ കോട്ട് കിട്ടിയത്? cos theta ബൈ sin theta എന്ന് പറഞ്ഞാൽ ആരാണ്? കോട്ടാണ്. ഓക്കെ, സോ ഇത് നന്നായിട്ട് പഠിക്കുക കേട്ടോ.